പൊതുവെ സെയിൽസിൽ, എസ്പെഷ്യലി B2B സെയിൽസിൽ ഏറ്റവും കൂടുതൽ ഒരു എസെൻഷ്യൽ സ്കില്ലായിട്ട് പറയുന്നതാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നമ്മളൊരു കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ക്ലയൻ്റ് ആയിട്ട് എത്ര കൂടുതൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു അത്രയും സ്മൂത്ത് ആവും ആ സെയിൽസ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് പല ഡൈനാമിക്സ് ഉണ്ട്. അത് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമർ. അല്ലെ, എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഒരേപോലെ നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി പേഴ്സണൽ കാര്യങ്ങൾ ബോണ്ട് ചെയ്യാനും പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ഒരു ഡിന്നറിന് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ലഞ്ചിന് കൊണ്ടുപോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇരുന്ന് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്ന അവർ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവുന്ന അങ്ങനത്തെ ഒരു സ്പേസിലായിരിക്കും. പക്ഷെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ വളരെ ബിസിനസ് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ഡോണ്ട് ടോക്ക് എനിത്തിങ് ബട്ട് ബിസിനസ് എന്നുള്ളതായിരിക്കും. അതായത് ബേസിക്കലി അവരുടെ അതിൽ ബോണ്ടിങ് നടക്കുന്നത് നമ്മൾക്ക് ആ ബിസിനസ്സിനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അവരുടെ വിഷനായിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് അലൈൻഡ് ആണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കസ്റ്റമറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കമ്പനിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വിഷനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് പോയാൽ മാത്രമേ അവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം പേഴ്സണൽ കാര്യങ്ങളിൽ ബോണ്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു വളരെ ഓപ്പൺ മൈൻഡോടുകൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളൊരു അപ്രോച്ച് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.